നമസ്കാരം, ഞാൻ സജീവ് കുഞ്ചപ്പാടം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പല ആളുകളും NIOSന്റെ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ വരുന്ന 6 മാസം കൊണ്ടുള്ള +2 എങ്ങനെയാണ് അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ ഏപ്രിൽ മാസത്തിൽ പരീക്ഷ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതേപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഒരു വർഷത്തിൽ 2 തവണയാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ അതിന്റെ ഏപ്രിൽ മാസത്തിലാണെങ്കിൽ നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ പൂർത്തീകരിക്കുന്നു, അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ പൂർത്തീകരിക്കുന്നു. അപ്പോൾ ഏപ്രിൽ മാസത്തിലാണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 1 മാസത്തിലുള്ള നമുക്ക് ID കാർഡ് കിട്ടുന്നു. ആ ID കാർഡിന് ശേഷം പിന്നീട് നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അസൈൻമെന്റ് വർക്കുകൾ എത്ര സബ്ജക്റ്റ് ആണ് വരുന്നത്, ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും അതിൽ വരുന്ന അസൈൻമെന്റ് വർക്കുകൾ ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടിയ സെന്ററിൽ നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള എക്സാം രജിസ്ട്രേഷൻ വിളിക്കുന്നു. അത് ഓൺലൈനായിട്ട് നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നു. ആ ഹോൾ ടിക്കറ്റ് വെച്ച് നമ്മൾ എവിടെയാണോ നമുക്ക് സെന്റർ കിട്ടിയിട്ടുള്ളത്, അടുത്തുള്ള പരിധിയിൽ എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അവിടെ നമ്മൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതിയതിനു ശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ റിസൾട്ട് വരുന്നു. അതോടുകൂടി തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ 6 മാസം കൊണ്ടുള്ള SSLC അല്ലെങ്കിൽ +2 ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും എന്ത് ചെയ്യുക, ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. +2 കഴിയാത്ത പാതിയിൽ വെച്ച് പഠനം നിർത്തിയ ആളുകൾക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യും.